പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ദിവസം നാം എല്ലാം ദുഃഖം ആചരിക്കുന്ന ഒരു ദിനമാണ്. കാരണം നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു സംഗീത പ്രതിഭയായിരുന്ന ജാനകി അമ്മ, നമ്മുടെ സ്വന്തം ജാനകി അമ്മ നമ്മെ ഇന്നലെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ജാനകി അമ്മയുടെ പാട്ടുകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ ജാനകി അമ്മ ഈ ഫീൽഡിലേക്ക് എങ്ങനെ വന്നു, എങ്ങനെ അവർ പ്രശസ്തയായി, അവർ ഏറ്റവും കൂടുതൽ അവരെ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ച അവരുടെ സംഗീതം ഏതായിരുന്നു എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിനായി ഞാൻ എം ബാലഗോവിന്ദൻ എന്ന് പറയുന്ന കേരള ഹൈക്കോടതിയിലെ ഒരു സീനിയർ അഭിഭാഷകന്റെ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹത്തിലൂടെ വേണം നമുക്ക് ഞാൻ ഈ നേരത്തെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കെല്ലാം തക്കതായ ഒരു മറുപടി ലഭിക്കുന്നതിന്. അദ്ദേഹം ഒരു നല്ല അഭിഭാഷകൻ എന്നുള്ളതിനുപരി അദ്ദേഹം ഒരു വലിയ സംഗീത ആസ്വാദകൻ കൂടിയാണ്. അദ്ദേഹത്തിന് സംഗീത ലോകത്തിലെ എല്ലാ പ്രതിഭകളെക്കുറിച്ചും വളരെ നന്നായി അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ എല്ലാ പ്രശസ്തരായ സംഗീത രംഗത്ത് ഉള്ള ആൾക്കാരുടെ വീഡിയോകളും അവരുടെ ചിത്രങ്ങളും അവരുടെ ജീവചരിത്രങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോട് ജാനകി അമ്മയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. സർ, എസ് ജാനകി എന്ന നമ്മളെ ഏറ്റവും അധികം പ്രിയപ്പെട്ട ആരാധിച്ച ജാനകി അമ്മ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ജാനകി അമ്മയെ ഈ ഫീൽഡിലേക്ക് നയിച്ച ആ ഒരു സാഹചര്യം, ജാനകി അമ്മയെ പ്രശസ്തയാക്കിയ പാട്ടുകൾ, അവരുടെ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും എടുത്തു പറയത്തക്ക സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വിവരിച്ചാൽ നന്നായിരുന്നു. അല്ല, ജാനകി അമ്മ ഏറ്റവും പ്രശസ്തയായ പാട്ട് ഏതെന്ന് ചോദിച്ചാൽ തമിഴിലെ ശിങ്കാരവേലനെ ദേവ എന്ന് പറഞ്ഞ ഒരു ചിത്രമാണ്, അതിലെ ഗാനമാണ്. അത് ആഭേരി രാഗത്തിലുള്ളതാണ്. നമുക്ക് നഗുമു എന്നുള്ള കീർത്തനം വളരെ ഫേമസ് ആണ്. അതിൻ്റെ അതേ രാഗത്തിലുള്ളതാണ് ഈ ശിങ്കാരവേലനെ ദേവ. ഇതിൽ പ്രത്യേകത ഒന്ന്, ഈ പാട്ടിനായിട്ട് ആദ്യം സെലക്ട് ചെയ്തത് നമ്മുടെ പി ലീലയാണ്, യശസ്വരീലയാണ്. അവർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇതിൻ്റെ ലോട്ട് എസ് ജാനകിക്ക് വരുന്നത്. ലീലാമ്മ എന്തുകൊണ്ടത് അത് ഒരുപക്ഷെ അത് അത്ര ഉച്ചസ്ഥായിയിൽ പാടേണ്ടതും അതിനെ ആയിട്ട് വായിക്കുന്നത്, പിന്നണി വായിക്കുന്നത് നാഗസ്വരമാണ്. നാഗസ്വരം ഒരു ഉച്ചസ്ഥായിയിൽ വായിക്കേണ്ട ഒരു വിൻ പൈപ്പാണ്. അതിനെയാണ് പറയേണ്ടത് ഇംഗ്ലീഷിലാണെങ്കിൽ. അല്ലെങ്കിൽ അതൊരു വളരെ പ്രശസ്തമായ, ഒരുപക്ഷെ വിൻ പൈപ്പ് പ്രശസ്തമായ ഒരു വാദ്യോപകരണമാണ്. അതിനെ ഷെഹനായിയേക്കാളും ബുദ്ധിമുട്ടാണ് വായിക്കാൻ എന്നാണ് അറിവുള്ളവർ പറയുന്നത്. ഈ സിനിമ പുറത്തു വരുന്നത് 1962 ഇതിൻ്റെ റെക്കോർഡിങ് ഒരു രസകരമായ കഥയാണ്. ഇതിൻ്റെ നിർമ്മാതാവിനും സംഗീത നൽകിയ ആൾക്കും ഒരു നിർബന്ധം ഉണ്ടായിരുന്നു, ഇതൊരു അപൂർവ ചിത്രമായി മാറണം. ഈ ചിത്രം മൊഴി മാറ്റി 22 ഭാഷകളിൽ അന്നത്തെ കാലത്ത് 62 പ്രചരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ ചിത്രത്തിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ. അതിൽ പോളിഷ് ലാംഗ്വേജിൽ വരെ അത് പോയിട്ടുണ്ട്. ലോകത്തെ 22 രാജ്യങ്ങളിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാട്ട് ജാനകി റെക്കോർഡ് ചെയ്യുന്നത് ബോംബെയിൽ വെച്ചാണ്. അതിന് അക്കമ്പനി ചെയ്യുന്ന നാഗസ്വര വിദ്വാൻ ആരെന്ന് ചോദിച്ചാൽ കാരക്കുറിച്ചി പി അരുണാചലമാണ്. അദ്ദേഹം അന്നത്തെ അതുല്യ പ്രതിഭയാണ്, നാഗസ്വര ചക്രവർത്തി തന്നെയാണ്. അല്ല ചുമ്മാ ആളുകൾ പറയുന്ന ചക്രവർത്തിയല്ല. ആ പ്രതിഭ ഒരു നിബന്ധന വെച്ചു, താൻ മദ്രാസിൽ നിന്ന് എങ്ങും പോകില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാദസ്വരം മദ്രാസിലും
എസ് ജാനകിയുടെ പാട്ട് ബോംബെയിലും ഇതിൻ്റെ മിക്സിങ് ഇംഗ്ലണ്ടിലുമാണ് നടന്നത്. ഇന്നും ആ ചിത്രം കാണുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ രണ്ട് പ്രതിഭകളും. അതായത് അഭിനയിക്കുന്നത് സാവിത്രി, ജമിനി ഗണേശൻ. അവരന്നത്തെ നല്ല താരജോഡികൾ. അതിൽ ജമിനി ഗണേശനെ കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. ഒരു നാദസ്വരം എങ്ങനെ കയ്യിൽ ഏന്തി അതിനെ ചിട്ടയായിട്ട് കാണിക്കണം. അതായത് ഒരു കാണുന്ന ഒരു ചിത്രം കാണുന്ന വ്യക്തിക്ക്, പ്രേക്ഷകന് ഇത് അറിവുള്ള ആളാണ് ചെയ്യുന്നതെന്ന് തോന്നണം. അതിനുവേണ്ടി അദ്ദേഹം 2 മാസം ശിഷ്യപ്പെട്ടു ഒരു നാദസ്വര വിദ്വാൻ്റെ അടുത്ത്. എന്നിട്ടാണ് ആ ചിത്രം എടുക്കുന്നത്. അപ്പം ഈ പാട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിലെ സ്വരസ്ഥാനങ്ങളും ഇതിൻ്റെ പാട്ടും ഇനിയൊരു സംഗീതം എന്ന് ഉണ്ടാവും അവസാനിക്കുന്നു അന്ന് വരെയും ഇത് നിൽക്കും. ബാക്കി എല്ലാ പാട്ടുകളും ജാനകി അനേകം പാട്ടുകൾ പാടിയിട്ടുണ്ട്, 50,000 എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു പാട്ട് മതി അവർ പ്രശസ്തയാവാൻ, അവരുടെ യശസ് നിലനിൽക്കാൻ. ബാക്കി പാടിയ പാട്ടുകളൊക്കെ മോശമാണെന്നോ ചെറുതാണെന്നോ ഒന്നും കൊള്ളാത്തതാണെന്നോ ഒന്നുമില്ല. പിന്നെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശബ്ദ നിയന്ത്രണത്തിൽ അവർക്ക് അസാധാരണമായ കഴിവുണ്ടായിരുന്നു. അതിൽ ഒരു തെളിവെന്ന് പറയുന്നത് നമ്മുടെ കൊക്കാമണ്ടിയും കോനാനിറച്ചിയും ആർക്ക് വേണം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് പിന്നെ ബാലേന്ദ്രമേനോൻ്റെ ഏതൊരു പടത്തിലുള്ളതാണ്. ആ പാട്ടിനകത്തൊരു കുട്ടി പാടുന്ന ശബ്ദം അതവരെ എടുത്തു. അപ്പം ഈ ഉച്ചസ്ഥായിയിൽ പാടുന്ന ആഭേരി രാഗക്കാരി ഈ കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിലേക്ക് തൻ്റെ കഴിവിനെ സന്നിവേശിപ്പിക്കുമ്പോൾ അവരുടെ വലിപ്പം എത്രയാണെന്ന് അതിൽ നിന്ന് മനസ്സിലാകും. അപ്പം അങ്ങനെ ഉള്ള ഒരു അതുല്യ പ്രതിഭ. പിന്നെ അവരെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവരുടെ കഴിവിനെ ഉപയോഗിച്ചത് ബാബുരാജ മാസ്റ്ററാണ്. സുശീലയുടെ കഴിവ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ആൾ നമ്മുടെ ദേവരാജ മാസ്റ്ററും അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തിയാണ്. ഇത്രയുമാണുള്ളത്. പക്ഷേ ഈ ഒരൊറ്റ ഗാനം മതി ജാനകി അമ്മ അനശ്വരയാവും. ബാക്കി ഏത് പാട്ട് പാടുന്നതും ഇതിനെ കവിഞ്ഞില്ല. ഇത് അസാധാരണമാം വിധം നമ്മുടെ യശസ്വരീനായ കുന്നക്കുടി വൈദ്യനാഥൻ വയലിനിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നഗുമോ വായിക്കുന്നതിനിടയിൽ വിവിധ രാഗങ്ങൾ അദ്ദേഹം ബ്ലെൻഡ് ചെയ്തപ്പോൾ അതിനകത്ത് ആദ്യം വരുത്തുന്ന രാഗം ഇതാണ്. ഈ പാട്ടിലെ 4 വരിയാണ്. പിന്നീടാണ് മറ്റു പാട്ടുകൾ വായിക്കുന്നത്. അങ്ങനെ ഒരു ഉണ്ട്. പക്ഷെ അവർ 8 കൊല്ലോ 10 കൊല്ലോ ആയി ഈ പാട്ട് നിർത്തിയിട്ട്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വലിയ കുങ്കുമപ്പെട്ട് മാഞ്ഞു. പിന്നെ മകൻ നഷ്ടപ്പെട്ടപ്പോൾ അതിലും വലിയ ദുഃഖമായിരിക്കും. എന്തായാലും അവരുടെ ഒടുവിലത്തെ അവസാന കാലങ്ങൾ അത്ര സന്തോഷമല്ലെന്നാണ് പത്രങ്ങളിലേക്ക് കിടത്തി. എനിക്ക് അതൊക്കെ അറിയാവും. പിന്നെ അവരുടെ ഇംഗ്ലീഷിലൊരു ജീവചരിത്രമുണ്ട്. അത് ഇറക്കിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ദുബായിൽ നിന്നാണ്. അത് ശരി. ടൈറ്റില് എസ് ജാനകി. അവരെ കുറിച്ചാണ്. അവരെ പിന്നീട് നമ്മുടെ എൻ്റെ ഉണ്ട്, ഞാനത് കാണിക്കാം. അപ്പം അത് ഇംഗ്ലീഷിൽ എഴുതിയ ഞാൻ കണ്ട ഏറ്റവും വലിയ പുസ്തകം അതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ പാട്ടുകാരെ കുറിച്ചും ഉണ്ടെങ്കിലും അവരുടേത് ഈ ഒരു പുസ്തകം എനിക്കൊരാൾ സത്യത്തിൽ തരികയാണ് ചെയ്തത്. അങ്ങനെയാണ് എനിക്കതറിയാവുന്നത്. അവരുടെ ഒരുപാട് കഥകളുണ്ട്. അവർ ഓരോ സന്ദർഭങ്ങളിൽ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുകയും എല്ലാവരോടും തങ്ങളുടെ സുഖ കാര്യങ്ങളിലും ദുഃഖ കാര്യങ്ങളിലും എല്ലാം പങ്കുചേരുകയും ചെയ്യുന്നതാണ്. അതിപ്പോൾ പിന്നെ ശ്രീകുമാരൻ തമ്പിയും ഇന്ന് അദ്ദേഹം വളരെ കാര്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട് ജാനകിയുടെ മഹത്വത്തെക്കുറിച്ച്. പിന്നെ കാണാൻ ഒരിക്കലും പറ്റിയില്ല എന്ന് നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയയും പറഞ്ഞിട്ടുണ്ട്. സംഗീതം എന്ന് പറയുന്നത് അല്ല. പിന്നെ അവരെ എല്ലാവരും എഴുതിയിട്ടുണ്ട് പാട്ട് പഠിക്കാതെ, ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാതെ അവർ പാടിയതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അവരുടെ പേരിൽ സംഗീത എന്ന കമ്പനി 2 LP റെക്കോർഡ് ഇറക്കിയിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിനകത്ത് അവരുടെ കച്ചേരി
അക്കമ്പനി ചെയ്യുന്നത് വയലിനല്ല, നാദസ്വരമാണ്. അത് തിരുവിഴ ജയശങ്കറാണ് വായിക്കുന്നത്. അതിൽ വാതാപി ഗണപതി എന്ന ഹംസധ്വനിയിൽ അവർ പാടും, അദ്ദേഹം അത് വായിക്കും. രണ്ടാമത്തത് വയലിൻ അക്കമ്പനി ചെയ്തുകൊണ്ടുള്ള ഒരു ആൽബമാണ്, ഒരു റെക്കോർഡാണ്. ആ റെക്കോർഡ് എൻ്റെ കൈവശമുണ്ട്. അതുകൊണ്ട് അവരതിനുശേഷം പാട്ട് പഠിച്ചു, ക്ലാസിക്കൽ പഠിച്ചു തന്നെയാണ് പിന്നീട് മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ജാനകി അമ്മയുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ. നമുക്ക് സർ, ആ ശിങ്കാരവേലന എന്ന പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ഓ, പ്രേക്ഷകർക്ക് വേണ്ടി ആ പാട്ട് പ്ലേ ചെയ്യുകയാണ്. சாந்தா, உட்கார். ஏன் பாட்டை நிறுத்திவிட்டாய்? உன் இசை என்ற இன்ப வெள்ளத்திலே நீந்துவதற்கு ஓடோடி வந்த என்னை ஏமாத்தாதே சாந்தா. என் இசை உங்கள் நாதஸ்வரத்துக்கு முன்னால் தேனோடு கலந்த தெல்லமுதம் கோல நிலவோடு சேர்ந்த குளிர் தென்றல். இந்த சிங்காரவேலன் சந்நிதியிலே நமது சங்கீத அறிவுகள் ஒன்று கலக்கட்டும். பாடு, பாடு சாந்தா, பாடு சாந்தா, பாடு. ஏன் தயக்கம்? ഞങ്ങൾ എന്താ